ഹായ് ഫ്രണ്ട്സ്, പ്രസീസ് കിച്ചൺ വേൾഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു ചീരക്കറിയാണ് ഉണ്ടാക്കുന്നത്. ചീര എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ? കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചീരക്കറി നമുക്കുണ്ടാക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചുവന്ന ചീരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് കടയിൽ നിന്ന് വാങ്ങിയ ചീരയാണ്. അപ്പോൾ ഒരു കെട്ട് ചീരയാണ് ഞാനിപ്പോൾ വയ്ക്കുന്നത് ഇവിടെ. ഇത് നമുക്ക് നല്ലതുപോലെ കഴുകി ഒന്ന് മുറിച്ചെടുത്തിട്ട് വരാം. ഒരു പാത്രത്തിൽ കുറച്ച് തുവരപ്പരിപ്പെടുത്ത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കാം. പരിപ്പ് ഇഷ്ടമല്ലാത്തവർക്ക് പരിപ്പില്ലാതെയും ചീരക്കറി വയ്ക്കാം. നമ്മൾ പരിപ്പ് ചേർക്കുന്നത് ഒരു തിക്നെസ് കിട്ടുന്നതിന് വേണ്ടിയാണ്. പിന്നെ പരിപ്പും കൂടി ചേർക്കുമ്പോഴാണ് ചീരക്കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. പരിപ്പ് നല്ലതുപോലെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കഴുകി മുറിച്ച് വെച്ചിരിക്കുന്ന ചീര ചേർത്ത് കൊടുക്കാം. ചീര മുറിക്കുമ്പോൾ ചീരയുടെ ഇളം തണ്ടുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഒരുപാട് മൂത്ത തണ്ടുകൾ മാത്രമേ നമ്മൾ കളയുന്നുള്ളൂ. ചെറിയ തണ്ടുകളൊക്കെ, അധികം മൂത്തിട്ടില്ലാത്ത തണ്ടുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. മുറിച്ചെടുത്ത ചീര നമുക്ക് വെന്തുടഞ്ഞ പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. ചീര ഇപ്പോൾ പാത്രം നിറഞ്ഞിരിക്കുന്നുണ്ട്. ഇത് ചൂട് തട്ടുമ്പോൾ അമർന്നോളും. അതുപോലെ തന്നെ ചീര വേകാനും അധികം സമയമൊന്നും എടുക്കില്ല, പെട്ടെന്ന് തന്നെ വെന്തോളും കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ചീര ചേർക്കുന്നതിന് മുൻപ് സ്റ്റൗ ലോ ഫ്ലെയിമിലാക്കി വെക്കാൻ ശ്രദ്ധിക്കുക. വെള്ളം കുറച്ച് കുറവായതുകൊണ്ട് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടി ഇളക്കിയതിന് ശേഷം നമുക്കിത് അടച്ചു വയ്ക്കാം. ചീര വേകുമ്പോഴേക്കും നമുക്ക് തേങ്ങ ചിരകിയെടുക്കാം. ഒരു തേങ്ങ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ഒരു പീസ് തേങ്ങ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഒരു കെട്ട് ചീരയല്ലേ ഉള്ളൂ, അപ്പോൾ നമുക്ക് ഒരു പീസ് തേങ്ങ മതി. തേങ്ങ നമ്മൾ ചിരകിയെടുത്തിട്ടുണ്ട്. ഇത് അരച്ചെടുക്കണം. അതിനു മുൻപ് നമുക്ക് ചീരയൊന്ന് തുറന്നു നോക്കാം. ചീര നന്നായി തിളച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത്ര നേരം ലോ ഫ്ലെയിമിലായിരുന്നു സ്റ്റൗ വെച്ചിട്ടുണ്ടായിരുന്നത്. ചീര വെന്തിട്ടില്ല. നമുക്കിത് അടച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ തന്നെ കുറച്ച് നേരം കൂടി വയ്ക്കാം. ചീര വേകുമ്പോഴേക്കും നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. ചിരകിയ തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകം. വേറെ ഒന്നും തന്നെ ഇതിലേക്ക് ചേർക്കുന്നില്ല കേട്ടോ, ജീരകം മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് അരയ്ക്കുന്നതിനാവശ്യമായ വെള്ളവും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ചീര ഇപ്പോൾ നല്ലതുപോലെ വെന്ത് അമർന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കുക. വെള്ളം കുറവാണ്, നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. തേങ്ങ ജീരകം ചേർത്ത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ജീരകം മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ളൂ, വേറൊന്നും ചേർത്തിട്ടില്ല. ഇത് ചീരയിലേക്ക് ചേർത്ത് കൊടുക്കാം.
ചാറിനാവശ്യമായ വെള്ളം ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കുക. തേങ്ങ അരച്ച ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. പാത്രം അടച്ചു വെച്ചതിന് ശേഷം കറി നല്ലതുപോലെ തിളയ്ക്കുന്നതിന് വേണ്ടി ഫ്ലെയിം ഹൈ ഫ്ലെയിമിലാക്കി വെക്കാം. നമ്മുടെ ചീരയും പരിപ്പും കറി ഇവിടെ നല്ലതുപോലെ തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കറി താളിക്കണം. അതിനുവേണ്ടി ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് നല്ലതുപോലെ ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായി ചൂടായതിന് ശേഷം കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നല്ലതുപോലെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയുള്ളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഉള്ളി നന്നായി വഴറ്റിയെടുക്കണം. കളറ് മാറുന്നത് വരെ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഉള്ളി നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. വഴറ്റിയ ഉള്ളി ചീരക്കറിയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചീരയും പരിപ്പും കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കറിയാണ്. ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് കാണാം. ബൈ ബൈ.